നമസ്കാരം. രാജ്യത്ത് പാചകവാതക വില കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകൾക്കാണ് വില കുറച്ചത്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറുകൾക്ക് 31 രൂപയാണ് ഇതോടെ കുറഞ്ഞത്. ഇതോടെ സിലിണ്ടറിന് പുതുക്കിയ വില 1655 രൂപയായി. മാസാരംഭമായതോടെ പാചകവാതക വിലയിൽ കുറവ് വരുത്താൻ കമ്പനികൾ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. നിലവിൽ സിലിണ്ടർ ഒന്നിന് ഡൽഹിയിൽ 1646 രൂപയും കൊൽക്കത്തയിൽ 1756 രൂപയും മുംബൈയിൽ 1598 രൂപയുമാണ് വില. ജൂൺ മാസത്തിലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് വില കുത്തനെ കുറച്ചിരുന്നു. 69 രൂപ 50 പൈസയാണ് കമ്പനികൾ കുറവ് വരുത്തിയത്. ഇതോടെ 2 മാസത്തിനിടെ 100 രൂപയ്ക്ക് മേൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളിൽ വിലക്കുറവുണ്ടായി. ഏപ്രിൽ മെയ് മാസങ്ങളിലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് വില കുറച്ചിരുന്നു. ഏപ്രിലിൽ 30 രൂപ 50 പൈസയും മെയ്യിൽ 19 രൂപയുമാണ് കുറച്ചത്. എല്ലാ മാസവും 1-ാം തീയതിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികൾ വില പുതുക്കുന്നത്. അതേസമയം സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിലാണ് എന്നുറപ്പിക്കാൻ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നിർബന്ധമാണ്. അവസാന തീയതി കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിച്ചേക്കും. അതുകഴിഞ്ഞ് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ല. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവരാണ് അപ്ഡേഷൻ ചെയ്യേണ്ടത് എന്നായിരുന്നു ധാരണ. എന്നാൽ എല്ലാവരും ചെയ്യണമെന്ന് വിതരണ കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മസ്റ്ററിംഗ് ആരംഭിച്ച് 2 മാസം പിന്നിട്ടിട്ടും ആളുകൾ മടിച്ചു നിൽക്കുന്നതിനാലാണ് ഇന്ത്യൻ, ഭാരത്, HP കമ്പനികൾ മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. 8500 ഉപഭോക്താക്കളുള്ള കൊച്ചിയിലെ ഒരു ഏജൻസിയിൽ ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് 500-ൽ താഴെ പേർ മാത്രമാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇതുതന്നെയാണ് അവസ്ഥ. എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയവുമുണ്ട്. അതും കൃത്യമായി തന്നെ കമ്പനികൾ വിവരിക്കുന്നുണ്ട്. ആധാർ കാർഡ്, ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായി നിങ്ങൾ ഏജൻസിയിൽ എത്തുക. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനമടക്കം ഏജൻസികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് eKYC അപ്ഡേറ്റായി എന്ന സന്ദേശമെത്തും. വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം. കമ്പനികളുടെ ആപ്പും ആധാർ ഫേസ് റെക്കഗ്നിഷൻ ആപ്പും ഡൗൺലോഡ് ചെയ്യണം. ഇത്തരത്തിലാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില കുറയ്ക്കുന്നതോടൊപ്പം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ കൂടി വില കുറയ്ക്കണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. പാവപ്പെട്ടവർ മുതൽ സാധാരണ വീട്ടമ്മമാർ വരെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറാണ്. അതിൻ്റെ വില ഇതുവരെ കുറയ്ക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഗ്യാസ് സിലിണ്ടറുകൾക്ക് വില കുറയ്ക്കും എന്നുള്ള സൂചനയുണ്ടായിരുന്നു. എന്നിട്ടും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില അന്ന് കേന്ദ്ര സർക്കാർ കുറച്ചതുമില്ല. ഇതിപ്പോൾ 3-ാം തവണയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില കേന്ദ്ര സർക്കാർ അനുമതിയോടെ എണ്ണ കമ്പനികൾ ഗണ്യമായി കുറയ്ക്കുന്നത്.